ഇനി അപ്പൂന് റിയാക്ഷൻ എടുക്കേണ്ടത്. നീ എടുത്താ ഇത് നമ്മളെ ചങ്ങായിൻ്റെതാ. ശരിക്കും പറ ക്യാമറ ഓഫ് ആക്കട്ടെ ഉമ്മേരാൻ വേണ്ടിയിട്ട്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ന്യൂ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇന്നലെ വീഡിയോ ഇട്ട് പറഞ്ഞില്ല ഗൈസ്. 1 വർഷത്തിന് മുകളിലായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അതെനിക്കറിയാം ഗൈസ്, ഒത്തിരിയായി നമ്മൾ വീഡിയോ ഇട്ട്, നമ്മളെ കണ്ടിട്ട് ഒത്തിരിയായി. എന്നാലും സ്റ്റിൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും കമൻറ്റ് ഇട്ട് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്തേ. അതുപോലെ ഒരുപാട് കമൻറ്റ്സ് കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. കാരണം ഇപ്പോഴും ആൾക്കാർ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ടൊക്കെ അറിയുമ്പോൾ ലൈഫൊക്കെ ഒരുപാട് മാറി ഗൈസ്. അതായത് പണ്ടത്തെ പോലെയല്ല, സ്റ്റഡീസൊക്കെ കഴിഞ്ഞു, ജോലി ചെയ്യാൻ തുടങ്ങി, തിരക്ക് കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബ് അതായത് ചെറുതായിട്ട് കുറച്ചൊന്നല്ല, ഏകദേശം 1 വർഷത്തോളം നമ്മൾ വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതായിരുന്നു മെയിനായിട്ടുള്ള കാരണം. പിന്നെ പറയുകയാണെങ്കിൽ കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റ് ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ ബിഗ് ബഡ്ജറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് കണ്ടൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണം കുറേ കാലത്ത് വരാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഫിഷിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നടുവിലാണ് ഗൈസ്. പക്ഷെ നമ്മൾ ആ വീഡിയോ അപ്കമിങ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ സ്റ്റേ ട്യൂൺ ആയിരിക്കുക. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്നല്ല, ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചു, ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്ക്. ഒരു ബിഗ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് വരും വീഡിയോസ് എന്താണെന്ന് കാര്യം മനസ്സിലാവും. ഞാൻ വീട്ടിൽ പറയാതാണ് എടുത്തത്. അപ്പോൾ എന്നെ ആദ്യം അച്ഛനും അമ്മയും ചീത്ത പറയുന്നതൊക്കെ വിചാരിച്ചു. കാരണം ഞാൻ കുറേ കാലം ചാനലൊക്കെ ഇൻആക്റ്റീവാണ്. വീണ്ടും ഒരു ചാനലിനോട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, അതുപോലെ വലിയൊരു ബഡ്ജറ്റാണ് ഗൈസ് നമ്മൾ മാറ്റി വെച്ചത്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്തൊക്കെ നടക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ, സർപ്രൈസിങ് ചെറിയ ഫുട്ടേജും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബിലീവ് മീ ഗൈസ്, അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് ഫിഷിംഗ് വീഡിയോ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഗൈസ് ക്ഷമിക്കണം കേട്ടോ, കുറേ നാളായിട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ ഒരു തപ്പിത്തടൽ എൻ്റെ വായിലുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് വാക്കുകളൊന്നും വരുന്നില്ല. ഞാൻ റെഡിയാക്കും ഗൈസ്. ഇപ്പോൾ ഇതൊരു കിടിലൻ സ്പോട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാം ബാക്ക് സൈഡൊക്കെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു കാടുള്ള ഒരു ഏരിയ ആണ് ഗൈസ്. ചുറ്റും നിങ്ങൾക്ക് കാടിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ ഈ ഒരു അടിപൊളി വീഡിയോ നമ്മുടെ അപ്കമിങ് വീഡിയോ ആണ്. എൻ്റെ ഫിഷിംഗ് ഇഷ്ടപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ചങ്കുകളൊക്കെ എന്തായാലും സ്റ്റേ ട്യൂൺ ആയിരിക്കും. അതുപോലെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അപ്കമിങ് വീഡിയോ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ മുന്നോട്ട് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ നിങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച കടയിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അധികം പറഞ്ഞ് വേദിപ്പിക്കുന്നില്ല ഗൈസ്. ഞാനൊരു ആക്ഷൻ ക്യാമറയാണ് എടുക്കാൻ പോകുന്നത്. അതായത് DJIയുടെ ഓസ്മോ ആക്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. കുറേ കാലമായിട്ട് കേട്ടോ, അതായത് ഇന്നലെ തുടങ്ങിയ ഒരു ആഗ്രഹമൊന്നുമല്ല, കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച സാധനം, വർഷങ്ങൾക്ക് മുന്നേ ആഗ്രഹിച്ച സാധനമാണ്. പിന്നെ നമ്മൾ അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിനി. പിന്നെ അവനും ഈ സാധനം നല്ല ആഗ്രഹം ഉണ്ടായി. നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് എടുക്കേണ്ട ഒരുപാട് സാഹചര്യം ഉണ്ടായി ഗൈസ്. അതായത് നമ്മൾ അഡ്വഞ്ചർ പോയപ്പോഴും പിന്നെ അതുപോലെ നമ്മൾ വാട്ടർ തീം പാർക്ക് ആക്കിയിനി, അങ്ങനെ കുറേ സംഭവം ആക്കിയിനി. ഇതിലെല്ലാം നമുക്ക് ആക്ഷൻ ക്യാമറ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടട്ടേനു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കയ്യിൽ അതൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ എന്തോ കാരണം കൊണ്ട് സ്കിപ്പായി പോയി ഗൈസ്. കാരണം ഒരു മോളിൽ ഇറങ്ങും നമ്മളായിരിക്കും അടുത്തെടുക്കാം. അതായത് ഇപ്പോൾ സെപ്റ്റംബർ ഇറങ്ങി ഏകദേശം അടുത്ത ഒരു ഇതൊക്കെ ആകുമ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടെടുക്കാം, പുതിയ മോളിൽ എടുക്കാം, അങ്ങനെ വിചാരിച്ച് വെച്ച് സ്കിപ്പായി പോയി. അപ്പോൾ ഇപ്പം നമ്മൾ വിട്ടുകൊടുത്തില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഇറക്കാൻ പോവാണ്. DJI ഓസ്മോ ആക്ഷൻ 6 ആണ് ഇറക്കാൻ പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ്, അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അതാണ് ഇറക്കാൻ പോകുന്നത്. നമ്മൾ കണ്ണൂർ നമ്മൾ അപ്പുവിൻ്റെ ക്യാമറ വാങ്ങിച്ച സ്ഥലത്ത് തന്നെയാണ് ഗൈസ് വന്നിട്ടുള്ളത്. നമ്മൾ പണ്ട് ഇവിടുന്നാണ് ക്യാമറ എടുത്തത്. നല്ല ഐശ്വര്യയിലെ സ്റ്റാർട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ അത്ര ആക്റ്റീവ് അല്ല, പക്ഷേ വരും വീഡിയോസിലൊക്കെ നമ്മൾ നല്ല ആക്റ്റീവ് ആവണം എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടെ വേണം. അപ്പം നമുക്ക് ഷോപ്പിലോട്ട് പോയിട്ട് കാണാം. അപ്പൂനൊരു ഐഡിയ ഇല്ല ഗൈസ് നമ്മൾ സ്വന്തമാക്കുന്നുള്ളത്. അപ്പോൾ എന്നാലും മനസ്സിൽ വിചാരിച്ച സാധനമാണ്. എക്സൈറ്റഡ് ഗൈസ്. Come on, baby, just pump it louder, 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 pump it louder.
മോനെ പൊടിച്ച് ഗൈസ്. കുറേ കാലത്തെ ആഗ്രഹം ഗൈസ്. എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്കത് എങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. കൂൾ ഡൗൺ കൂൾ ഡൗൺ. ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. നമ്മളെ സാധനം കയ്യിലുണ്ട്. അച്ഛനെയും അമ്മേനെയും കാണിച്ച് ഇതെന്താ അഭിപ്രായം എന്ന് ചോദിക്കാം. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ആവശ്യം സാധനം കഴിച്ചാൽ വലിയ സർപ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം പെട്ടെന്ന് പൈസ പൊട്ടിച്ച് ഈ സാധനം എന്തുകൊണ്ട് വാങ്ങിച്ചു എന്താന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ കുറേ കാലം വീഡിയോ കാര്യങ്ങളൊന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക എന്താന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അവൻ്റെ റൂട്ടീനാണ്. അവൻ ജിമ്മിന് പോകുന്ന സമയമാണ് ഗൈസ്. അതായത് നമ്മൾ രാവിലെ അടിച്ച് പല്ലേക്കും ചായടിക്കൊക്കെ ചെയ്യുന്ന പോലെയാണ്. അവൻ ജിമ്മ് വിട്ടിട്ട് കളിയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അവൻ പോയിട്ടുണ്ടാവാൻ സാധ്യത. അപ്പോൾ ഉണ്ടെങ്കിൽ അപ്പൂൻ്റെ റിയാക്ഷൻ എടുക്കാം. ചെറുതായി പണി പാളി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ കുറേ ആൾക്കാർ. അതിനിടയ്ക്ക് അമ്മമ്മ മാംഗോ ബാർ കൊണ്ടു തന്നു. നല്ല അടിപൊളി മാംഗോ ബാർ. താങ്ക് യു അമ്മ, നൈസ്. പിന്നെ അവിടെ നമ്മൾ വീഡിയോ എടുക്കാനൊരു സാഹചര്യം ഉണ്ടായില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ വേഗം മോളോട് സ്കൂട്ടായി. അപ്പം ഞാനിവിടെ വന്ന് പെട്ടിയൊക്കെ അവിടെ നിന്ന് തുറന്നു നോക്കി, അതല്ല ഇവിടെ നിന്ന് തുറന്നു നോക്കി. ഒരുപാട് കാര്യങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ നോക്കി. എന്താ പറയുക ഗൈസ്, വെരി 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 എക്സൈറ്റഡ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവരെ കാണിച്ച് അവരുടെ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പെട്ടെന്ന് തന്നെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ എല്ലാവരും എല്ലോണ്ട് ഞാൻ കാണിച്ചില്ല. മുകളിൽ തന്നെ കൂടി പിന്നെ ചാർജൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കി. എന്നാലും സാധനം കൊള്ളാം ഗൈസ്. അപ്പോൾ അച്ഛനമ്മയുടെ റിയാക്ഷനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് പെട്ടി പൊട്ടിച്ച് കാണിക്കുന്നതൊന്നും വലിയൊരു സംഭവമല്ലെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് അൺബോക്സിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ബുക്ക് കാണിക്കൽ, വയറ്, അതിൻ്റെ ചാർജർ കാര്യങ്ങൾ അതൊക്കെ കാണിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ജസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മളെ ഐറ്റം. ഇപ്പം സമയം ഏകദേശം നല്ലവണ്ണം വൈകിട്ടുണ്ട്. അതായത് ഇരുട്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആക്ഷൻ ക്യാമറയിൽ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊരു ഫുട്ടേജ് ഒന്നും ആയിരിക്കില്ല. കാരണം പൊതുവെ ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ ലോ ലൈറ്റ് കുറച്ച് ഷോക്കായിരിക്കും ഗൈസ്. നമുക്ക് മെയിനായിട്ട് ഈ അഡ്വഞ്ചർ കാര്യങ്ങൾ, അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിഷിങ്ങിന് പോലെ നീന്താൻ പോവുക, കുളത്തിൽ പോവുക, പിന്നെ അതുപോലെ വയൽ, കണ്ടം, അതുപോലത്തെ മെയിൻ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യുക, മഴത്തൊക്കെ പോവുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗൈസ് മെയിനായിട്ട് ആക്ഷൻ ക്യാമറ. അപ്പം ആ ഒരു പർപ്പസാണ്. അപ്പം നമുക്ക് ഈ ഇരുട്ടത്ത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അടിപൊളി വിഷ്വൽസും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടെ കട്ടക്കൂടിക്കോ ഒരുപാട് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് ഗൈസ്. ഈ കണ്ടോ, ഇതൊക്കെ നമ്മൾ അപ്പൂൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാനും അപ്പൊക്കെ ചെയ്തതാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഫുൾ വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കിയതാണ്. പക്ഷേ മഴക്കാലം വെയിലൊക്കെ കൊണ്ട് ഇതൊക്കെ ഡള്ളായിപ്പോയി. നമ്മളിതൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതുപോലെ ഒരുപാട് പുതിയ പുതിയ വീഡിയോസും നമ്മൾ ഉണ്ടാക്കുന്ന, അതായത് DIYസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ടക്ക് കൂടെ കൂടി ഗൈസ്. ഫാമിലി വ്ളോഗ്സ്, DIY, അതുപോലെ ഫിഷിംഗ് വീഡിയോസ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നിരാശരാവില്ല ഗൈസ്, ആ കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. എന്തായാലും ഇപ്പോൾ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ പുറത്തോട്ട് പോയി ഗൈസ്. ഇനി അച്ഛനും കൂടെ വരണം. അച്ഛനും അമ്മേനും റിയാക്ഷൻ ഒരുമിച്ചെടുക്കാം. അപ്പവും ഓൾമോസ്റ്റ് ആ സമയത്തൊക്കെ എത്തും. അപ്പം അതും കൂടി നമുക്ക് എടുക്കാം ഗൈസ്. സമയം ഇച്ചിരി ഇട്ടിയാലും വന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു ഉറക്കം കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഇത് എടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല ഗൈസ്, തീരെ ഉറങ്ങിയിട്ടില്ല. ചെറിയൊരു ഉറക്കം കഴിഞ്ഞു. അപ്പം അച്ഛനും വന്നിട്ടുണ്ട്, അമ്മയും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് വരുന്ന ടൈമായി. അപ്പോൾ നമുക്ക് ആദ്യം അച്ഛൻ്റെ അമ്മേൻ്റെ റിയാക്ഷൻ എടുക്കാം. അച്ഛൻ്റെ അമ്മ റൂമിലുണ്ട്. എന്താ സുജിയമ്മേ, നിന്നാ നോക്കിയേ. നോക്കേ, അച്ഛൻ മൈൻഡ് ചെയ്യത്തെ. യെസ്, ആക്ഷൻ ക്യാം. കുറെ നാളത്തെ ആഗ്രഹം. ഇതാണ് ആക്ഷൻ ക്യാമറ അച്ഛാ, കുഞ്ഞു ക്യാമറ. എങ്ങനെയുണ്ടാവുന്ന സാധനം? കുറെ നാളായി ഇത് പറയുന്നത്. അങ്ങനെ വാങ്ങിച്ചു. വാട്ടർ പ്രൂഫ് അച്ഛാ. പറഞ്ഞിട്ട് പോയത് ഇല്ലല്ലോ അമ്മ. വാട്ടർ പ്രൂഫ് അച്ഛാ. എത്ര ഉണ്ടാവും? ഞാൻ 55. അച്ഛാ, നമുക്ക് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ പൈസ നമ്മൾ വാങ്ങിക്കണം. ചിലപ്പോൾ പിന്നെ വാങ്ങിക്കാൻ പറ്റിയിട്ടെങ്കിലും. ആടെ തന്നെ വീഡിയോ ലിങ്ക്സ്. വീഡിയോ ലിങ്ക് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, അതാണ്ടാ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചാണ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പ്രൊമോഷൻ കിട്ടാതെ ഞാൻ കുറെ കാലമായിട്ട് വീഡിയോ ഇട്ടില്ലല്ലോ ഗൈസ്. എങ്ങനെയുണ്ട് അച്ഛാ?
ജിമ്മല്ല, ഇത് ട്രൈപ്പോഡ് മോണോപ്പോഡ് എന്ന് പറയും. കയ്യിലിങ്ങനെ പിടിച്ചിട്ട്. യെസ്, ദിസ് ഇസ് ആക്ഷൻ ഗെയിം. നമ്മളെ എല്ലാ അഡ്വഞ്ചർ പരിപാടി, ഫിഷിങ് പരിപാടി, സൈക്ലിങ്, അത് ഇത് റോഡിങ് എല്ലാവരും പോവാം. അത് പറയണ്ട ഫിഷിങ്ങിന് പോകുന്നെങ്കിൽ പറയണ്ട. ഗൈസ് അങ്ങനെ കേട്ടോ, ഞാൻ കുറേ സമയം ഭയങ്കരമായിട്ട് ഫിഷിങ് സ്പെൻഡ് ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ചെറുതായിട്ട് ഫിഷിങ്ങിന് പോകുന്നത് ഇഷ്ടമാണ് ഗൈസ്. അച്ഛനും അമ്മേൻ്റെ റിയാക്ഷൻ എന്തായാലും പടക്കം റിയാക്ഷൻ തന്നെയായിരുന്നു ഗൈസ്. എന്തായാലും അവർ ഹാപ്പിയാണ്. ഇനി അപ്പൂന് റിയാക്ഷനാണ് എടുക്കേണ്ടത്. Few moments later. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ അപ്പൂസ് ട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ സെറ്റപ്പ് അല്ലേ? ഫുൾ സെറ്റപ്പ് അല്ലേ? വീഡിയോ എടുക്കും. യെസ് മാൻ. യൂട്യൂബ് വീഡിയോ ആ ആക്ഷൻ 6 അല്ലേ ഇത്? ആക്സസ് നീ എടുത്തയാ? ഇത് നമ്മുടെ ചങ്ങായിൻ്റെതാ. ശരിക്കും പറ. ഇത് നമ്മുടെ ചങ്ങായിനാടാ. മണപ്പിച്ചോട്ട് മണപ്പിക്കാനാ? നീ എന്നാടാ മണപ്പിച്ചല്ലേ നോക്കുന്നത്? ശരിക്കും പറ, കാര്യം പറ. ആടാ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് വാങ്ങിച്ചതാ ചങ്ങായിൻ്റെ അടുത്ത് നിന്ന്. ഇത് റെക്കോർഡിങ്ങാ? ആടാ, ഈ കയ്യൊന്നും പൊത്തി പിടിക്കല, റെക്കോർഡിംഗ് ആണ്. പോടെ. ആ ശരിക്കും പറ, നീ എടുത്തല്ലേ? സൈഡ് കാണുന്നില്ലേ? ശരിക്കും പറ, നീ എടുത്തല്ലേ? ഇതെന്താടാ ഇത്? എടാ ആക്ഷൻ 6 അല്ലടാ ഇത്? ആക്ഷൻ 6 അല്ലേ? ആ ശരിക്കും പറ. ആക്ഷൻ 6. എടാ നീ എന്നോട് കോപ്പറായിട്ട് കാണിക്കല്ല, ഇത് യൂട്യൂബ് വീഡിയോ ആണ്. ശരിക്കും പറ. ആ ഇതെന്താ വീഡിയോ? നീ എടുത്തത് കാര്യം പറ. ചങ്ങായിരുന്നു കുറച്ച് ദിവസത്തേക്ക് വാങ്ങിച്ചതല്ലേ. ആ അതിന് ഇതിൽ എന്നെ കാണിക്കുന്നത്. ഇത് നിന്റെ വീഡിയോ വ്ളോഗ് ചെയ്യാൻ വന്നത്. നമ്മളിപ്പോ നൈറ്റ് ഔട്ട് പോകുന്നു. റിയലി ആബ്സല്യൂട്ട്ലി. ശരിക്കും പറ. ആ. എക്സൈറ്റ്മെന്റ് ആവും. നീ കാര്യം പറ. നീ എടുത്താ? ശരിക്കും പറ. ലാസ്റ്റ് എടുത്തിട്ടില്ലാരും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എടുത്തടാ, സത്യം. റിയാക്ഷൻ ഉണ്ട് വേഗം. ഇന്ത്യൻ റിയാക്ഷൻ കിട്ടിയില്ല. ആടാ മോളെ, നീ കൊറേ കാലം ശരിക്കും വ്ളോഗ് കൊറേ കാലത്തിന് ശേഷം ഗൈസ്. എന്റെ സബ്സ്ക്രൈബേഴ്സോ വിശ്വസിക്കുന്നില്ല ഞാൻ കൊറേ കാലം എന്റെ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നീ വിശ്വസിക്കുന്നില്ല, കുഴപ്പമൊന്നും പറയല്ലടാ. കൊറേ നാളത്തെ ആഗ്രഹം. നീ എന്റെ റിവ്യൂ നോക്കിയൊക്കെ ഞാൻ കണ്ടിരുന്നു മോനെ. സാധനം നോക്കി അറിയില്ല പൊളിച്ച് ക്യാമറ ഓഫ് ആക്കട്ടെ ഉമ്മേരാൻ വേണ്ടിട്ട്. ക്യാമറ ഓഫാക്കാൻ നിങ്ങനെ ഇവിടെ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം കാത്തിരിക്കാൻ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടായെന്ന് അറിയാം ഗൈസ്. കാരണം അത് വളരെ സന്തോഷം. ചെറിയ വിഷമമുണ്ട്. കുറെ പേര് ഇങ്ങനെ കമന്റ് ഒക്കെ ചെയ്ത് നമ്മളെപ്പോ അന്വേഷിക്കും. അപ്പം എന്തോ ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നും. നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരാണ്, പക്ഷെ എന്നാലും നമ്മളെ കാത്തിരിക്കുന്നത്, നമ്മളെ വീഡിയോസ് കാണാൻ കാത്തിരിക്കുന്നത്, ഇടക്കിടക്ക് കമന്റ്സ് ഇടുന്നത്. എനക്കെന്നെ വിശ്വാസമായിട്ടില്ല കേസ് വീഡിയോ എടുത്തതിന്. ഇനി ഞാനും നല്ല പുള്ളിയൊന്നുമല്ല, ഞാനും എടുത്തിട്ട് കുറെ ആയി. വിഷുവിന് പടക്കം പഠിക്കാൻ മാത്രം വരുന്ന മഹാനാന്ന് എന്റെ അടുത്ത് പറഞ്ഞു. വിഷുവിന് വരുന്ന മാമയില്ലേ ഗൈസ്? ഞാൻ വിളിച്ചാൽ ഇവനൊരു ഇതുണ്ടാവില്ലേ, ഒന്നുകിൽ ഇവൻ എന്നെ വിളിക്കും. അതാ ഞാൻ നല്ലൊരു ഞാൻ പിന്നെ പ്ലാൻ ചെയ്യാറുണ്ട്. ഞാൻ പ്ലാൻ ചെയ്തിട്ട് എടുക്കാണ്ടിരിക്കാറാണ് പതിവ്. ബട്ട് ഇവന്റെ പ്ലാനിങ് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. എന്നാലും പെട്ടെന്ന് വീഡിയോ വന്നാൽ ഞാൻ തന്നെ സർപ്രൈസ് ആയി പോയി. ലൈക്ക് ഇവൻ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇനി വല്ല ഫിഷിംഗ് ആയിട്ട് പോകുമ്പോൾ വല്ല എന്തെങ്കിലും സിനിമാറ്റിക് വീഡിയോ എന്തെങ്കിലും എടുക്കാനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു കണ്ടത്. ഇത് ഓസ്മോ 6 ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല. ഞാൻ അടുത്തേക്ക് വന്നേരാണ് സംഭവം കത്തിയത്. വെച്ചു. കാരണം ഗൈസ് നമ്മൾ രണ്ടാളും കുറെ റിവ്യൂ നോക്കിയല്ലേ, അതിന്റെ ഒരുപാട് റിവ്യൂ നോക്കിനി. ഓസ്മോ ആക്ഷൻ 6 വൺ ഓഫ് ദി ഡ്രീം ക്യാമറ ആയിരുന്നു. അത് എടുക്കണം, ക്യാമറ എടുക്കണം. കാരണം നമ്മളെ ഈ ഒരുമാതിരി ഒരു കാടൻ പരിപാടിക്ക് ഈ ഇങ്ങനത്തെ ക്യാമറ പറ്റില്ല അല്ലേ? അഡ്വഞ്ചറസ് ആൻഡ് മൈൻഡ് ബ്ലോയിങ് ആൻഡ് മൈൻഡ് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിട്ട് എന്തായാലും ആക്ഷൻ ക്യാമറ എന്തായാലും നിർബന്ധമാണ് നമുക്ക്. അതാണ് കുറെ ആയി പ്ലാൻ ചെയ്തല്ലേ? കുറെ ആയി. പിന്നെന്ന് വെച്ചാല് ഇനി അങ്ങോട്ട് നമ്മള് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസും നമ്മൾ ഒരുപാട് ചെയ്ത വീഡിയോസ് തന്നെ റിക്രിയേറ്റ് ചെയ്യാനും കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്ത വീഡിയോസ് ഒക്കെ എന്താ പറയാ ഭയങ്കര മെമ്മറീസ് ആണ്. നമ്മൾ തന്നെ ഇപ്പൊ എടുത്തു നോക്കുമ്പോഴായാലും ഭയങ്കര മെമ്മറീസ് ആണ്. അതിലുള്ള കമന്റ്സ് ഒക്കെ ആയാലും. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കണ്ടന്റ്സ് ഇഷ്ടമാവുന്നത് നമുക്ക് എന്തായാലും അറിയാം. നമ്മൾ ആ ഒരു ടൈപ്പ് വീഡിയോസ് തന്നെയാണ് ചെയ്തു പോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇടയ്ക്ക് ഫാമിലി വ്ളോഗ്സ്, ഇടയ്ക്ക് എന്തെങ്കിലും ഇതുപോലെ സ്വിമ്മിംഗ് പൂൾ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, പിന്നെ വീടിന്റെ മുമ്പ് ഇറങ്ങി സോപ്പിട്ട് പറഞ്ഞിട്ട് നേരെ പോകുന്നത്, കുളത്തിൽ പോകുന്നത്, മീൻ പിടിക്കുന്നത്, ഇതുപോലെ വൈബ് വീഡിയോസ് ആണ് ഗൈസ് അങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു കൊച്ചു പ്ലാൻ ഗൈസ്. വർക്കൗട്ട് ആക്കി എടുക്കണം എന്നാണ് ഞാനും അപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ലടാ?
അതെ കുറെ നാളായി പ്ലാൻ ചെയ്യുന്നു. ഇപ്രാവശ്യമെങ്കിലും അല്ലേ? ഈ പ്രാവശ്യം പ്ലാനിങ് മാത്രമല്ല ഗൈസ്, നമ്മൾ നടത്തും എന്നാണ്. അപ്പൊ ഗൈസ് അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന ഇൻട്രോ നിങ്ങൾ വേറെ കിട്ടുന്ന തീർച്ചയായും ആകർഷിക്കാൻ മാത്രം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ मेरा ये चैनल सब्सक्राइब करें, बेल आइकन जरूर दबाइएगा.